ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായി കഴുകിയിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട ഉണ്ടാക്കുന്നത് കാണിക്കുക. പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ 2-2.5 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ സ്പൂണിനാണ്. ഇനി കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ 3 ഉള്ളി, ചെറിയൊരു മീഡിയം സൈസ് ഉള്ളിയാണ്, സവാള 3 ഉള്ളി അരിഞ്ഞതും 3 വലിയ പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിച്ചെന്നെ ഇതിലേക്ക് ഇടണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വല്ലാണ്ട് പാടൊന്നും വേണ്ട കേട്ടോ. ഇത് കടിക്കുന്ന ടൈപ്പിൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഉരുളക്കിഴങ്ങ് കുത്തി നോക്കുമ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ഓഫാക്കാം. തണുത്താൽ പൊടിച്ചെടുക്കാം. ഉള്ളി ഉണ്ടോ എത്ര വാടിയാൽ മതി. ഇനി അടച്ച് വെച്ച് തണിയിട്ടാകുമ്പോൾ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തിട്ട് ബോണ്ടയാക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഉരുളക്കിഴങ്ങാണ്, അതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടി മിക്സാക്കി എടുക്കാം. ഉപ്പ് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിന്, ഉള്ളി വാടാനും ഉപ്പിട്ടതുകൊണ്ട് ഉപ്പ് കണക്കായിരിക്കും. ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചിടണം കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കട്ടെ. എന്നിട്ട് ബോണ്ട ആക്കിയിട്ട് പൊരിക്കാം. ഉരുളക്കിഴങ്ങും ഉള്ളി മിക്സ് എല്ലാം കൂടി നന്നായി ബോളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഒരു മീഡിയം സൈസ് ബോള്. അതിൻ്റെ മൈദയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കലക്കിയ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ എണ്ണ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആമിക്ക് എന്തെല്ലോ പറയണം പോലെ നിങ്ങളോട് കേട്ടോ. പറഞ്ഞോ, പറയണ്ട. കഴിഞ്ഞോ? ഓക്കെ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തോ, കമന്റും ചെയ്യണം. എണ്ണയിലിട്ട് 2 ഭാഗം നന്നായി പൊരിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുക. പെർഫെക്റ്റ് ബോണ്ട് റെഡി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ബോണ്ട റെഡിയായിട്ടോ. നല്ല ടേസ്റ്റി, നല്ല ക്രിസ്പി ആയ ബോണ്ട റെഡിയായി. രാവിലെയോ അല്ല വൈകുന്നേരമോ ചായൻ്റെ ഒപ്പം അടിപൊളി സ്നാക്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ.